ഭർത്താവ് ഇരിക്കെ ഭാര്യ മരിക്കാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമുക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ, അതിനപ്പുറം അവർക്കുണ്ടാവാൻ വേണ്ടി നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കണം. എന്തേ കാര്യം? ഒരു ബൾബ് ഫീസ് ആവലല്ല, മൊത്തം കറണ്ട് അടിച്ചു പോകലാണ് ഭാര്യ മരിക്കുക എന്ന് പറഞ്ഞാൽ. വാപ്പ മരിച്ചാൽ ചിലപ്പോൾ സിറ്റൗട്ടിലെ ബൾബ് കിടയിരിക്കും. കറണ്ട് കുറ്റിയോടെ അടിച്ചു പോകലാണ്. ഭാര്യ മരിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഉമ്മ മരിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇരിക്കുക. അത് വല്ലാത്ത പരീക്ഷണമാണ് മക്കളെ സംബന്ധിച്ചും ഭർത്താവിനെ സംബന്ധിച്ചും. അപ്പൊ ഈ യാത്ര അവസാനം വരെ ഒന്നിച്ചു പോകണം. ഇത് കണ്ട് വളരണം കുഞ്ഞുമക്കൾ. അവരൊരിക്കൽ പോലും വഴിവഴിച്ചു പോകില്ല. മരണസന്ദർഭത്തിൽ മഹാനായ ഇമാം ഗസാലി തങ്ങൾ ഭാര്യയെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഇനി ജീവിക്കേണ്ടതിനെ പറ്റി ഹ്രസ്വമായി ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ജീവിതത്തിൽ ഇതുവരെയും എനിക്ക് അങ്ങയെക്കുറിച്ച് വലിയ സംതൃപ്തിയാണുള്ളത്. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലെ ചെറിയൊരു നീരസം ഇല്ലേ. അതുകൊണ്ട് അകത്തേക്ക് പോയിക്കോട്ടെ. താങ്കൾക്ക് കാണാൻ പറ്റാത്ത ചില ആളുകൾ എന്നെ സന്ദർശിക്കാൻ വരുന്നു എന്നും പറഞ്ഞിട്ട് മഹാൻ കഫം തുണി എടുത്തിട്ട് മുത്തം കൊടുത്ത് നിവർത്തി ധാരാളം നിസ്കരിച്ച് മനോഹരമായി തന്റെ ആത്മാവിനങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പിൽക്കാലത്ത് എത്ര മഹാന്മാർ, നമ്മുടെയൊക്കെ ഇടയിൽ ജീവിച്ച എത്ര ഉസ്താദുമാർ,